ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതുപടിയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടുക്കം പോലത്തെ ഒരു സോളോ വേഴ്സസ് സ്കൂട്ടർ റാൻഡമൈസേഷൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. അതും നമ്മുടെ ഉണ്ടല്ലോ സോളാർ മാച്ച് കിട്ടുക്കം പോലത്തെ മാച്ച് കേട്ടോ. എന്താണ് ഗൈസ് ആകുന്നതിന് ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി മൊത്തത്തിലൊരു കാര്യം എനിക്കൊരു തേങ്ങ അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു മാപ്പ് ഞാൻ അപൂർവമായിട്ടാണ് കളിക്കുന്നത്. സോ ഈ ഒരു മാപ്പിനെ അധികം സംഭവം അറിയാത്തത് കൊണ്ട് ഓരോ കാര്യങ്ങളും ഇറങ്ങുന്ന സമയത്ത് ആ സ്ഥലത്തിൻ്റെ പേരും ആ സ്ഥലം എങ്ങനെയുണ്ടെന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഒരു മാച്ച് തന്നെ പറയാൻ വേണ്ടി പറ്റുമായിരിക്കും കേട്ടോ. എന്നാലും ഗൈസ് എൻ്റെ കൂടെ ഗൈസ് ഈ ഒരു സോളാർ മാപ്പ് നിങ്ങൾക്ക് എല്ലാവരും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഗൈസ് വഴിയെ കാണുന്ന എല്ലാ വള്ളുകളും പിടിച്ച് എല്ലാവരെയും വാരിപ്പറക്കി അടിച്ച് കിടിലം പോലെ കളിക്കാൻ മുന്നേ കിടുക്കം പോലത്തെ മാച്ച് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇറങ്ങിയ ഉടനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അതായത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞ ഇവന്റിലെ കേസ് നമ്മുടെ ഒരു വെൻഡിങ് മെഷീനകത്തുണ്ടല്ലോ ഒരു 300 കോയിന് പൊക്കാനൊക്കെ പറ്റുന്ന SVDയും അതേപോലെ കേസ് ഗ്രോസയും M249X ഒക്കെ ഉണ്ടല്ലോ ഒരു 600 കോയിൻ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആ ഒരു ഇവന്റിലെ കേസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ ആദ്യം തന്നെ പോയിട്ട് ആ ഒരു SVDയും കുറച്ച് കോയിൻ എടുത്തത് 100 കോയിൻ കൊടുത്തിട്ട് ആ ഒരു MP40 മേടിച്ചിട്ട് ഫുൾ സെറ്റായി ഇറങ്ങിയ പാടന്നെ ഉണ്ടല്ലോ വേണ്ട ഗണ്ണൊക്കെ പിടിച്ച് സെറ്റായിട്ടാണ് ഈ ഒരു മാച്ച് കളിക്കുന്നത് കേട്ടോ. എന്തായാലും ഇപ്പുറത്തേക്ക് വന്ന് ആ ഒരു കോയിൻ്റെ സൈഡിലേക്കൊക്കെ വന്ന് ആ ഒരു ലൈൻ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിയാണെങ്കിലല്ലോ ആ ഒരു പാലത്തിന് മണ്ടയ്ക്ക് ഇറങ്ങി ചാടി ഓടി വരുന്നു. ഈ മാപ്പിന് ഇത്ര അറ്റത്തൊക്കെ വന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കഷ്ടം പിടിച്ച ആൾക്കാരെന്ന് പറയാതെ വേറെ എന്ത് ചെയ്യാൻ കേട്ടോ. ബൈ ദ വേ ഗൈസ് വന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു പാലത്തിന് മേളിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും വേറെ എനിമിനെ കാണുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ എന്തായാലും എനിമി ഉണ്ടാകും. കാര്യം ഒരുത്തൻ തന്നെയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങത്തില്ലല്ലോ, മിക്കറുണ്ടല്ലോ ആ ഒരു സ്ക്വാഡായിരിക്കും. അതിൽ ഒരുത്തന്നെ മാത്രം കിളി പോയിട്ടുണ്ടല്ലോ മാപ്പിൻ്റെ അവസാനം കൊണ്ട് ഇറക്കിയതായിരിക്കും. കഷ്ടകാലത്തിൽ അവൻ്റെ കയ്യിലും ആയിരിക്കും നൈസിനുണ്ടല്ലോ കൊടിയും കിടക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയ കേസ് 4 പേരും ഈ ഒരു ആളും സ്ഥലത്ത് വന്നിട്ട് നൈസായിട്ട് കേസ് രണ്ടാമത്തെ ഒരുത്തിനും കൂടെ ആ ഒരു ഹെഡ്ഷോട്ട് കൊണ്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. വിഷയം ഒന്നും പറയാനില്ല. ഇപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്ക് കേസ് 2 പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കോൾ ആണെങ്കിൽ എന്തായാലും കേസ് ഇനിയും 2 പേരെയും കൂടെ കാണാൻ വളരെ കൂടുതലാണ് കേട്ടോ. SVD വരുന്ന വഴിക്ക് തന്നെ ഉണ്ടല്ലോ നമ്മളുണ്ടല്ലോ ജസ്റ്റ് നൈസായിട്ട് ഹാമർ വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു SVD വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കട്ടുപാഴങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. മിക്കവാറും അവനായിരിക്കും ആ കിളി പോയി നിന്നിട്ടുണ്ടാവുക. അവനെ ഈ 3 പേരും കൂടെ സ്പെക്ക് ചെയ്തിട്ടാ കാലവാടാ നീയല്ലേടാ കൊണ്ടേ ഇറക്കിയതുണ്ട്, നീ മാത്രം പലിവ് നമ്മൾ 3 ചത്തല്ലോടാ എന്നൊക്കെ പറഞ്ഞ് നൈസ് കേസ് അവനെ ഇട്ട് പ്രാകുന്നുണ്ടായിരിക്കും. ഒന്നും പറയാനല്ല കേസ്, ഒന്നും പറയാനല്ല കേട്ടോ. എന്തായാലും അവൻ്റെ രീതി പറഞ്ഞിട്ട് കാര്യമില്ല. മിക്കവാറും ഈ 3 പേരും അവനെ ഇന്ന് അൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ സലാം പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരിക്കും. അമ്മാതിരി വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇറങ്ങിയ പാടാനെ ചത്ത് സ്പെക്കിലിരിക്കുക, അതും ഒരുത്തനാണെങ്കിൽ കിളി പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പറയാനാണ് കേട്ടോ. വൈദ്യുതി ഈ ഒരു മാച്ച് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ കളിക്കുന്ന ഒരു മാച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെയിലി ഈവനിങ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാരുടെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ മാത്രമല്ല കേസ് എന്നെയൊക്കെ നല്ല കിടുക്കം പോലെ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ഗിൽഡിലൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ കളിക്കുക, ഇന്ന കോമ്പോട്ട് കളിക്കുക, ഇന്ന സ്ഥലത്ത് ഇറങ്ങി ഈ മാച്ച് കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് കാര്യങ്ങളിലേക്ക് ചലഞ്ചസോ എന്തെങ്കിലും നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാർ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും കേസ് അവരതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല പറ്റുന്ന പോലെ അവർ മാക്സിമം ചാലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആകുന്നതായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഓഡിയൻസ് ഉണ്ടല്ലോ എന്നെ മാത്രമല്ല കേസ് നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാരെയും കൂടെ പരിചയപ്പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. കാര്യം ഇവരുടെ കൂടെയാണ് ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് അടുത്ത സീസൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കറണ്ട്ലി നോക്കുകയാണെങ്കിൽ 3 ദിവസവും കൂടെ നമ്മുടെ സീസൺ മാറാൻ വേണ്ടി ഉള്ളൂ കേട്ടോ. സീസൺ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് സീനായിരിക്കും. ഇപ്രാവശ്യം ഗ്രാൻഡ് മാസ്റ്റർ നമ്മൾ ഗിൽഡിലുള്ള ആൾക്കാരോട് അടിക്കുന്ന സമയത്ത് വിഷയം തന്നെയായിരിക്കും. നിങ്ങളത് കണ്ട് എൻജോയ് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ കേസ് നമ്മൾ ഇത്ര നല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇതൊരു ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാര്യം ഞാനും എൻ്റെ ഗിൽഡിലുള്ള ആൾക്കാർ എല്ലാവരും കേസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അയച്ച് സെറ്റായി വോയിസ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഡെയിലി ഒന്നിൽ കൂടുതൽ വീഡിയോ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഡെയിലി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പറയുന്നുണ്ടായിരുന്നു ബ്രോ ഒന്നിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്തു പോകും. അതിന് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മെയിൻലി പറഞ്ഞത് റിഡീം കോഡ് കേസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു റിഡീം കോഡ് ഒരാൾക്കല്ലേ കിട്ടുന്നുള്ളൂ പ്രൈസ്. അതെന്ത് കഷ്ടമാണ്, നമ്മളൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തം കമൻറ്റ് ചെയ്തു. എനിക്കത് കേട്ടപ്പോൾ ഒരു ഫെയർ ആയിട്ട് തോന്നി. സോ സത്യമാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ റിഡീം കോഡ് ആൾക്കാർക്ക് കൊടുക്കാം. സോ അതുകൊണ്ട് നൈസ് കേസ് ഒന്നിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുകയും ചെയ്യും. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഡെയിലി ആ ഒരു റിഡീം കിട്ടുകയും ചെയ്യത്തില്ലേ. അതിനു വേണ്ടിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണ്ടേ. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ വീഡിയോ കാണല് മാത്രമല്ല, എനിക്കറിയാം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പ്ലീസ് ഗൈസ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര നേരമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ എല്ലാ വീഡിയോയ്ക്കകത്ത് ലൈക്ക് എന്ന് പറയുന്നതല്ലേ. അത് ലൈക്ക് ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ അവൻ നാളെ പിന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും അവൻ രാവിലെ ഉണ്ടല്ലോ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും വീഡിയോ ഇടും, 5 മണിയാകുമ്പോഴത്തേക്കും വൈകുന്നേരവും വീഡിയോ ഇടും. പിന്നെ ലൈക്ക് കൊടുത്താലെന്ത് കൊടുത്തില്ലേലെന്ത് എന്നൊക്കെ വിചാരിക്കുന്ന ചിലവന്മാരുണ്ട്. ഭയങ്കര കഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഒന്നും പറഞ്ഞിട്ട് അല്ല, ഭയങ്കര കഷ്ടമാണ്. മാക്സിമം ഗൈസ് കാണുന്ന എല്ലാവരും എന്താണ് ഫ്രീ ആയിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തിട്ട് മാക്സിമം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.
പിന്നെ ലൈക്ക് ചെയ്യുന്നത് മാത്രമല്ല കേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ തൊടാതെ തന്നെ നൈസായിട്ട് കേസ് ഒരു 3 ഓപ്ഷൻ കാണും, വലത്തേക്ക് സ്വൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തെന്നിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും അവിടെ വേറെ കുറേ ഓപ്ഷൻസ് കാണും, ഹൈപ്പ് പോയിന്റ് തരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് 24 അവേഴ്സിനുള്ളിൽ, ഒരു ദിവസത്തിനുള്ളിലാണ് കാണുന്നതെങ്കിൽ എന്തായാലും ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മാക്സിമം കേസ് ഒന്ന് ഹൈപ്പ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എത്തുന്നതായിരിക്കും, ഒരുപാട് ആൾക്കാർ കാണുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കേസൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ സമ്മാനങ്ങളുടെ എണ്ണവും കൂടും, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കിട്ടുന്ന റീവാർഡും കുറച്ച് സെറ്റാക്കി തരാൻ വേണ്ടി നോക്കാം കേട്ടോ. സുഹൃത്തിനെ പുതിയ ക്യാരക്ടറൊക്കെ ഇട്ട് കയറി വരുന്നതായിരുന്നു. ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നൈസായിട്ട് കേസ് അറ്റാച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതി HP ഉണ്ടായിരിക്കത്തുള്ളൂ, ഒറ്റയടിക്ക് നമ്മൾ തീരും. പക്ഷേ കേസ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവർ MP40 പിടിച്ചിട്ട് അവനെ അടിച്ചങ്ങ് ഉറക്കി മൊത്തം കേസ് 5ാമത്തെ കില്ലോടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 കില്ല് 34 അലൈവ് 98 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, 9.8 റേറ്റിംഗും 400 കോയിൻ ഇപ്പോൾ കറൻ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും കേസ് ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മാത്രമല്ല ഡെയിലി 2 വീഡിയോസ് എങ്ങനെയുണ്ട് കേസ്, സെറ്റ് അല്ലേ, അടിപൊളിയല്ലേ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഒരു ചാനൽ നോക്കുമ്പോഴത്തേക്കും കേസ് ആ ഒരു ജൈൻവീലിനകത്ത് ചാടി നിലത്തിയാടി പകുതി ലൈഫിൽ ചാടി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതായിരുന്നു. എന്തായാലും അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മൊത്തം 6 കില്ല് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഒരുത്തർ ഒരിക്കലും എന്തായാലും കേസ് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, ബാക്കിയുള്ള ആൾക്കാരോട് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അവന്മാരെയും കൂടെ പിടിച്ചിട്ട് ഈ ഒരു സ്കോഡ് വൈപ്പ് തന്നെ മൊത്തത്തിൽ എടുക്കണം എന്നൊരു മൈൻഡ് തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും വരുന്ന സമയത്ത് കേസ് എവനാണെങ്കിലും അവനെ വാരിപ്പറക്കി അടിക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും 10.6 റേറ്റിംഗ്. എൻ്റെ അമ്മോ, ഗോൾഡ് റേറ്റിംഗ് ആണ് കേസ്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് അല്ലെങ്കിൽ റാങ്ക് ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലോ റേറ്റിങ്ങിനെ പറ്റി കുറച്ച് നന്നായിട്ട് തന്നെ അറിയും. ചില ആൾക്കാരുണ്ട് ചുമ്മാ ഗെയിമിൽ കയറി ഫ്രണ്ട്സിനോട് സംസാരിച്ച് അങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ റേറ്റിംഗ് ഒന്നും നോക്കത്തില്ല. സോ ഞാനതൊക്കെ നോക്കലുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റേറ്റിംഗ് ഇപ്പോൾ കുറച്ച് പ്ലസ് അധികം കിട്ടാനുള്ള പരിപാടിയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് 0 കില്ലൊക്കെ അങ്ങനെ റേറ്റിംഗ് കൂട്ടാനൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ ഞാൻ ഉണ്ടല്ലോ. ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിൻ്റെ ആ ഒരു ലൈവിലില്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് അത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനോട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കേസ് നിങ്ങൾക്ക് പുഷിംഗ് വീഡിയോ ഇഷ്ടമാണോ കേസ്, അതായത് എന്താണ് ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് പോകുന്ന എൻ്റെ അച്ചീവ്മെൻറ്റ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കേസ് ഓക്കെ എന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെന്താണ് കേസ് ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിൻ്റെ വീഡിയോ, അതായത് വീഡിയോ ആയിട്ടും ലൈവായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്കത് വേണോ വേണ്ടയോ ഈ ഒരു കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്കകത്ത് എപ്പോഴും നമ്മളൊരു സീക്രട്ട് കോഡ് പറയും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് അറിയണ്ടേ. കാര്യം ഇന്നിപ്പോൾ നമ്മുടെ കേസ് സ്റ്റാർട്ടിംഗ് ഫേസിലാണ്, നമ്മൾ റെഡിയായി വരുന്നേ ഉള്ളൂ. നാളെ കേസ് നമ്മളൊന്ന് സെറ്റായി കഴിയുമുണ്ടല്ലോ. ചില ആൾക്കാർ കേസ് ഫ്രീ ആയിട്ട് ഒന്ന് പറയും, നിന്റെ തുടക്ക സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യത്തില്ല. അത് കേൾക്കുമ്പോൾ ഇവൻ നമ്മളോട് ഉണ്ടായിരുന്നോ എന്നെനിക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് കേസ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മാക്സിമം കേസ് ഈ ഒരു സമയത്ത് നമ്മൾ ഇത്ര നേരം വീഡിയോ ഒക്കെ കണ്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാർക്ക് എനിക്കറിയാം സീരിയസ്ലി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്ന പകുതി മുക്കാൽ ആൾക്കാർക്കും അറിയാം. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുത്ത് മാക്സിമം അവരുടെ കൂടെ തന്നെ നിൽക്കലുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേസ്, എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. സോ ഇങ്ങനെയാണ് ഞാൻ ഫ്രണ്ട്സ് ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത്രയും നേരം വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഞാനൊരു സീക്രട്ട് കോഡ് പറയും, അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ അതിന് വേണ്ടിയിലാണ് കേട്ടോ. കാര്യം ഇപ്പോഴും ഗൈസ് എന്ത് കമൻറ്റ് ചെയ്യണം, ഇവരോട് എന്ത് ചോദിക്കണം, എന്താണ് കമൻറ്റ് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന കുറേ ആൾക്കാരല്ലേ, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്ന രീതിക്കാണ് ഞാൻ ഈ ഒരു സീക്രട്ട് കോഡ് പറയുന്നത്. അവരുടെ ഫസ്റ്റ് കമൻറ്റ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേസ് നമ്മളോട് റിപ്ലൈ ഒക്കെ തരുന്ന കണ്ടിട്ട് അവർ തിരിച്ച് പിന്നെയും കമൻറ്റ് ചെയ്തോളും കേസ്. അത് ഞാൻ ഉറപ്പ് പറയാൻ കാര്യം എന്നെ ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ മറക്കാൻ കഴിയത്തില്ല. അതെൻ്റെ കോൺഫിഡൻസ് ആണ്. കാര്യം ഞാൻ അത്ര നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഗൈസ് ഓക്കെ, ഇത്ര നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ് റാങ്ക് പുഷ് എന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. റാങ്ക് പുഷ് എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇത്രയും വീഡിയോ ഇത്രയും നേരം നിങ്ങൾക്ക് ഇത്രയും നേരം ഇരുന്ന് കണ്ട ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് റാങ്ക് പുഷ് എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം 3 ദിവസവും കൂടെ വരുന്നുള്ളൂ. ആ 3 ദിവസത്തിന് ഉണ്ടല്ലോ ഞാൻ എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു മോട്ടിവേഷനും പിന്നെ എല്ലാവരും ഒന്ന് കാണിപ്പിച്ചു എന്താണ് ഈ ഗ്രാൻഡ് പുഷ്, എന്താണ് ഈ റാങ്ക് പുഷ്, എന്താണ് ഈ റാങ്ക് പുഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാലോ. മീ ഗെയിമർ എന്തായാലും അടുത്ത ദിവസം എന്താണ് റാങ്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സീക്രട്ട് കോഡാന്ന് പറയാലോ. അതിന് വേണ്ടിയിലാണ് ഞാൻ പറഞ്ഞത് റാങ്ക് പുഷ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ ഒരു മാച്ച് നോക്കുമ്പോഴത്തേക്കും കേസ് 13 കില്ല് 11 അലൈവ് 14.6 ജസ്റ്റ് റേറ്റിംഗും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ലൈനകത്ത് നോക്കുമ്പോഴത്തേക്കും കേസ് ആ ഒരു ലൈനിൽ കൂടെ കേസ് എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ കേസ് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, എന്നാലും പറയണം കേട്ടോ. ആ ലൈനകത്ത് കേസ് തെന്നിപ്പോവും സ്ലൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് മാത്രമല്ല ആ ഒരു ലൈനകത്ത് ചുവന്ന കളറിലുള്ള ലൈറ്റ് കത്തുന്നത് കേട്ടോ. മാപ്പിനകത്ത് നോക്കിക്കേ ചുവന്ന ലൈറ്റ് കത്തുന്നില്ലേ. സത്യം പറഞ്ഞു ആ ലൈനിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ പോലും എനിമീസ് ആണെങ്കിലൊക്കെ അടുത്ത് വന്ന് നിന്നാൽ പോലും ആ ഒരു ലൈനിൽ അങ്ങനെ ചുമപ്പ് കത്തും കേട്ടോ. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാര്യം ഒരു വട്ടം ഞാൻ നൈസായിട്ടുണ്ടല്ലോ
അതിനകത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഏതോ ഒരു തൊട്ടടുത്ത് ലൈൻ്റെ അടുത്ത് നിന്ന് ഡ്രോപ്പ് ലൂട്ടുമായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ആ ലൈൻ മൊത്തം ചുമന്ന് കത്തിക്കൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ പൊട്ടനെപ്പോൾ ലൈൻ്റെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എവിടെയെങ്കിലും വെച്ച് ക്ലാഷ് ആയിട്ട് അവനെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് തപ്പിപ്പോയതാ, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ആ ഒരു കാര്യം പുതിയ കാര്യമാണെങ്കിൽ ജസ്റ്റ് എന്താണ് അപ്രിഷ്യേറ്റ് ചെയ്യുക കേസ്. ഞാൻ അതൊക്കെ പറഞ്ഞു തന്നല്ലേ. വൈദ്യുതി തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് 14ാമത്തെ കില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ മോനെ അതിനടുത്ത് അവരുടെ സ്കോഡ് മൊത്തം കയറി വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പിന്നെയും ഡാമേജ് കൊടുക്കുന്നുണ്ട്. SPD വൈ ആയതുകൊണ്ട് നല്ല രീതിക്ക് ഗ്ലൂ വാളിനകത്തൂടെയൊക്കെ ഡാമേജ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈദ്യുതി അവരെ രക്ഷിക്കാൻ വേണ്ടി വേറെ എനിമിയൊക്കെ കയറി വരുന്നു. ഏറ്റവും പൊന്നളിയാ, ഇത് എത്ര പേരാണ് ഓടിച്ചാടി കയറി വരുന്നവരൊക്കെ പട്ടപ്പടയെ നമ്മൾ നോക്കിടുന്നുണ്ട്. പിന്നെ SPD വൈ നിങ്ങൾക്ക് അറിയാലോ, ഗ്ലൂ വാളിൻ്റെ അകത്തൂടെ കയറി പോകും. ഓടി കേസ് ഒരുത്തർ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഡാമേജ് കയറി കൊടുത്തു. അപ്പോൾ തേർഡ് പാർട്ടീസ് എന്തളിയാ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തേർഡ് പാർട്ടി ആയിട്ട് വേർത്തും കയറി വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ മണ്ടക്കുള്ളവന്മാരുണ്ടല്ലോ കയറി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് അടിച്ച് കയറി പൊക്കോണ്ടിരിക്കൊണ്ട് രണ്ടുപേരാണെങ്കിൽ ഒരുത്തരല്ല രണ്ടുപേരെ കിട്ടുക്കാൻ പോയിട്ട് നോക്കി. എൻ്റെ മോനെ ഏതാ സാധനം, ഒന്നും പറയാല വിഷയം എന്നൊക്കെ പറഞ്ഞാൽ വിഷയമാണ് കേട്ടോ. തൊട്ട് കാണാൻ നോക്കുമ്പോഴത്തേക്ക് അടുത്ത എനിമി പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ എനിമിയുണ്ട്, തൊട്ട് മേളിൽ എനിമിയുണ്ട്. നല്ല രീതിക്ക് ഡാമേജ് കിട്ടി. മെഡിക്കലൊക്കെ യൂസ് ചെയ്തും ഈ ഒരു സമയത്ത് ഒരു കാര്യം നമ്മുടെ ചാനലിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് ഒരു റെഡീം കോഡ് ഒളിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെഡീം കോഡ് കിട്ടുന്നതായിരിക്കും. കിട്ടിയാലും തന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കിട്ടി ബ്രോ എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ലോഞ്ച് പാഡ് അടിച്ചിട്ട് നേരെ വന്ന് സൈഡ് കവർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോഞ്ച് പാടെങ്ങാനും അടിച്ചിട്ടായിരിക്കും എങ്ങനെ സോണിക് കയറിയിരുന്നത്. എൻ്റെ പൊന്നളിയ വിഷയം ഒന്നും പറയാനില്ല. ഇനി മൊത്തം കേസ് 5 എനിമീസും കൂടെ ബാക്കിയിരിപ്പുണ്ട്. 6 ഇരയെ പറഞ്ഞത് 16 കില്ല് ഓൾറെഡി എടുത്തിട്ടുണ്ട്. 14.8 റേറ്റിംഗ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നവരെ കേസ് ഒരുത്തർ 1 ടാപ്പ് അടിച്ച് അവിടെ ഉറക്കി അവിടെ കിടത്തി. പിന്നെ നോക്കുമ്പോഴത്തേക്കും കേസ് ഇനിയുണ്ടല്ലോ 4 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. എവിടെയാണ് ഒരു പിടിയില്ല. എന്തായാലും മെയിലുണ്ടാവുമാർ ചെറിയൊരു ഇൻഫോ ഉണ്ട് നമുക്ക്, അതായത് അമ്മരൊക്കെ മെയിലുണ്ടെന്ന്. അതുകൊണ്ട് കേസ് നേരിണ്ടല്ലോ ആ ഒരു വണ്ടിയുടെ സൈഡ് കവറൊക്കെ എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ മോനെ വരുന്ന സമയത്ത് അവനെ അടിനാശം വെള്ളപ്പൊക്കം പോലെ അടിച്ച് ഉറക്കി അവിടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് പിന്നെയും ഷോർട്ട് റേഞ്ചിലേക്ക് പോവാണ്. കാരണം ടീം അവന്മാർ ബാക്കിയുള്ള 3 പേരും ഒറ്റ ടീമല്ല, വേറെ ടീമാണെങ്കിൽ നമുക്ക് നൈസായിട്ട് കുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അഡ്വാൻറ്റേജ് എല്ലാം വെച്ച് നേരെ കേസ് വന്ന് നോക്കുമ്പോഴേക്കും ഒരു എനിമിനെ കണ്ടു. അവന് കേസ് ഡാമേജ് 84 കൊടുത്തു, ഗ്ലൂ ഇട്ടു. അറ്റ് ദി സെയിം ടൈം കേസ് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് വേറെ 2 പേരും കൂടെ നൈസായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരുത്തർ പിന്നെ ഡാമേജ് കൊടുത്തു. മറ്റോമാർ തമ്മിൽ കിട്ടുന്ന പോലത്തെ ഫൈറ്റ് ആയിരുന്നു. ഒന്നും നോക്കുന്നില്ല. സ്കൈലറൊക്കെ വന്ന സമയത്ത് മേലുള്ള ഒരുത്തരെ നൈസായിട്ട് കേസ് ഒരു 100 സംതിങ് ആക്കി 200 ഡാമേജ് കൊടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കി. 1v1 സിറ്റുവേഷൻ ആണ്. എന്ത് നടക്കുക, എവിടെ നടക്കുക. നീല ഗ്ലൂ വാളും അതേപോലെ കേസ് ഒരു വെള്ള ഗ്ലൂ വാളും ഉണ്ടായിരുന്നു. വെള്ള ഗ്ലൂ വാളും ഒരുത്തരെ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. എന്നാൽ കേസ് അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 1v1 സിറ്റുവേഷൻ. എന്നാൽ ലോങ് റേഞ്ച് ഫൈറ്റ് ആണ് കേസ്. SPD വെച്ചിട്ട് നല്ല കിടീക്കം പോലെ അടിച്ച് കേസ് ഏതാ നോക്ക്. അവൻ കുത്തിപ്പോങ്ങാൻ നോക്കുന്ന സമയത്ത് അടിച്ച് കംപ്ലീറ്റ് കിടക്കുമ്പോൾ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കിടക്കുമ്പോൾ